പാർട്ടിന്ന് പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അതിൽ പകുതി ആൾക്കാർക്ക് മുകളിൽ വോട്ടില്ലാതെ ഒരു കൊച്ചു പയ്യന്മാരാണ് ജസ്റ്റ് ഒരു നടൻ അവരെ കാണണം ആ രീതിയിലാണ് ഇവർ ഈ പയ്യന്മാരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നത് മമ്മൂട്ടി സാറോ അല്ല മോഹൻലാൽ സാറോ വരുമ്പോ എല്ലാവരും പോകാമല്ലോ അതുപോലെയാണ് വരുന്നത് അല്ലാതെ ഇത് രാഷ്ട്രീയമായിട്ട് വരുന്ന കൂട്ടം അല്ലാതെ ചർച്ചയിലേക്ക് DMKയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ KR മുരുകേശൻ കൂടി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ മുരുകേശൻ അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. മുരുകേശൻ, ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം വിജയ് പൊതുസമൂഹത്തിൽ നിന്ന് ഒരു പബ്ലിക് ചടങ്ങിനിടയിൽ പറയുന്ന ഒരു കാര്യം, അതായത് അവിടെ ഒരു ആൾക്കൂട്ട ബഹളം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു നല്ല സ്ഥലം പോലും മീറ്റിംഗിനായി അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളത് പറയുന്നു. ഇപ്പൊ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം DMKയുടെ നേതാക്കൾ അവിടേക്ക് എത്തുന്നത്, മുഖ്യമന്ത്രി അടക്കം അർദ്ധരാത്രിയിൽ മീറ്റിംഗുകൾ ചേരുന്നത്, ഒരു വാർ റൂമിൽ വന്നിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ റൂമിൽ വന്നിരിക്കുന്നത്, നിർദ്ദേശങ്ങൾ നൽകുന്നത്, പോലീസ് അഹോരാത്രം പണിയെടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ വളരെ മാതൃകാപരമാണ്. പക്ഷേ ആ പണിയുടെ ആ ഉത്തരവാദിത്തത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗം ഒരു സ്റ്റേറ്റ്, ഒരു മിഷണറി എന്ന നിലയ്ക്ക് ചെലവഴിച്ചിരുന്നെങ്കിൽ എന്നൊരു ചോദ്യം സ്വാഭാവികമായും നേരിടേണ്ടതല്ലേ? മാഡം നമസ്കാരം. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പാണ് ഇതിൽ കണക്ട് ആയെങ്കിലും അവർ പറയുന്നത് ഞാൻ കേട്ടപ്പോൾ ഇത് ഒന്നും സത്യമല്ല. ഇത് നടന്നതെന്ന് വെച്ചാൽ ഇത് വെൽ പ്ലാൻഡ് എന്ന് വെച്ചാൽ ഇത് മനഃപൂർവ്വം ഈ പറയുന്ന ആള് അതിന്റെ ഈ TVKയുടെ ഒരു നേതാവ് ചെയ്ത കാര്യമാണ്. ഇന്നലെ 8:45 നാമക്കലിലെ മീറ്റിംഗ് ആണ് അവർ ഡിക്ലെയർ ചെയ്തത്. പക്ഷെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ 8:40 ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറി പിന്നെ അവിടെ നിന്ന് വന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ജനങ്ങളെ രക്ഷിക്കണം. നമുക്ക് ഫാൻസ് ആണ് അവർ. ഇവർക്ക് ഇതെന്ന് വെച്ചാൽ ഇതൊരു പാർട്ടി അല്ലത്. അത് എന്ന് വെച്ചാൽ ഇത് പാർട്ടിന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അതിൽ പകുതി ആൾക്കാർക്ക് മുകളിൽ വോട്ടില്ലാതെ ഒരു കൊച്ചു പയ്യന്മാരാണ്, ഒരു വിവരം അല്ലാതെ ഒരു പയ്യന്മാരാണ് അവര്. അപ്പൊ അവരെ നമുക്ക് കറക്റ്റ് ആക്കി എടുക്കണമെങ്കിൽ ഇവർ കറക്റ്റ് സമയത്തിന് എത്തിയിരിക്കണമായിരുന്നു. ഇവരെ കാണാനാണ് വരുന്നത്, അല്ലാതെ ഇവർ പറയുന്നത് കേൾക്കാനോ ഇല്ല വേറെ എന്തെങ്കിലും പറയാനോ ഇവർക്ക് വോട്ടിടാനോ വരുന്ന ആൾക്കാരല്ല. അത് ജസ്റ്റ് ഒരു നടൻ അവരെ കാണണം ആ രീതിയിലാണ് ഇവർ ഈ പയ്യന്മാരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഉള്ള ആൾക്കാരെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ 4-5 മണിക്കൂർ താമസിച്ച് പിടിച്ച് നിർത്തിയിട്ട് ശരി അപ്പോഴെങ്കിലും ഇവർക്ക് തോന്നണം അടുത്ത ഒരു മീറ്റിംഗ് പോകണം. അപ്പൊ നമുക്ക് സമയമായി. ഇപ്പൊ ഇവരുടെ മീറ്റിംഗിൽ വെച്ചാൽ ഈ ഒരു നടനെ കാണുന്ന രീതിയിൽ ഈ കൊച്ചു പിള്ളേരെ എടുത്തോണ്ട് വരുന്നു, ഗർഭിണികൾ വരുന്നുണ്ട്, പ്രായ ആൾക്കാർ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നടനെ കാണാൻ ഇപ്പൊ ഇവിടെ മമ്മൂട്ടി സാറോ അല്ല മോഹൻലാൽ സാറോ വരുമ്പോ എല്ലാവരും പോകാമല്ലോ. അതുപോലെയാണ് വരുന്നത്. അല്ലാതെ ഇത് രാഷ്ട്രീയമായിട്ട് വരുന്ന കൂട്ടം അല്ലാതെ അത് തിരക്കൊന്നും അല്ല. അപ്പൊ ഇവർ മനഃപൂർവ്വം ഇത് കളഞ്ഞിട്ട് നാമക്കലിൽ ഇരുന്ന് അങ്ങോട്ട് പോയപ്പോ ഇവർ കാറിൽ പോയിട്ട് ആ സ്പോട്ടിൽ പോയിട്ട് ഇവരുടെ ബസ് കയറിയാൽ മതിയാക്കുന്ന ഇവർ മനഃപൂർവ്വം ഇവർക്ക് ഒരു വലിയ ഗമ കാണിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ആ ബസ്സിലാണ് ഇവിടുന്ന് പോകുന്നത് സ്പീഡിൽ പോകത്തില്ല. പോലീസ് ഇവർക്ക് ആവശ്യത്തിന് അധികമായിട്ടുള്ള പോലീസ് കൊടുത്തു. അതുപോലെ ഇപ്പൊ കുറച്ച് മുമ്പ് അവർ പറഞ്ഞ ഇത് മീറ്റിംഗിന് സ്ഥലം നമ്മളാണ് കൊടുത്തത്. നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മുടെ ഗവൺമെന്റ് കൊടുത്തതല്ലേ. ഇവർ 3 സ്ഥലം കാണിച്ച് അതിൽ ഏറ്റവും കൂടിയ ഒരു സ്ഥലമാണ് ഇവർക്ക് കൊടുത്തത്. 3 സ്ഥലം ഇവരാണ് ഇത് റെഡിയാക്കിയത്. അതിനകത്ത് ഒരെണ്ണം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്ത്. അപ്പൊ അതിനകത്ത് ഇത് ഇത്രയും പ്രശ്നങ്ങൾ വരാൻ കാരണം എന്ന് വെച്ചാല് ഈ 60 അടി എന്ന് വെച്ചാൽ 30-60 അടി റോഡ് ഉള്ള സ്ഥലത്ത് ഇവര് അപ്പുറം 10 അടി ഇപ്പുറം 3 മീറ്റർ വിട്ടിട്ടാണ് ഇവർ ഫ്ലക്സ് വെച്ച് കംപ്ലീറ്റ് അത് തടഞ്ഞു നിർത്തി. അതാണ് ഇത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. അപ്പൊ ഇങ്ങനെ ഒരു തിരക്ക് വന്ന സമയത്ത് ആൾക്കാർക്ക് അതിനകത്ത് കയറി പോകാനും പറ്റില്ല. ഇടയ്ക്ക് കറണ്ട് നമ്മൾ ഓഫ് ചെയ്തില്ല. നേരത്തെ സംസാരിച്ച പുള്ളി പറഞ്ഞ് നമുക്ക് വേദാരണ്യത്ത് നാഗപട്ടണത്ത് കറണ്ട് ഓഫ് ചെയ്തെന്ന്. അതിന്റെ ലെറ്റർ കേട്ട് ഇപ്പൊ എല്ലാ ഫേസ്ബുക്കിലും എല്ലാ ഇതിലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവര് ഇതുപോലെ വിജയ് സംസാരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ മണ്ടയിൽ കയറി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ കറണ്ട് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ ലെറ്റർ കൊടുത്തു. അതുകൊണ്ടാണ് അവർക്കിട്ട് ചെയ്തത്. അല്ലാതെ ഇത് സംസാരിക്കുന്ന വെച്ചാൽ ഇവർക്ക് ഈ ഇക്കരയ്ക്ക് അക്കരെ പച്ചെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ലാതെ അവർ പ്രാക്ടിക്കലായിട്ട് നടക്കുന്നതൊന്നും ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതാണ് ഞാൻ അറിയുന്നത് ഇതുവരെ. ഈ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് ഈ യോഗം നടക്കുന്നത് എങ്കിൽ അത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാമല്ലോ. ശരിയാണെന്ന് പറയുന്നത് തമിഴകത്തിന്റെ രാഷ്ട്രീയം വേറെയാണ്. വിജയുടെ ഒരു റാലി റദ്ദാക്കാനുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും രാഷ്ട്രീയമായി തന്നെയാണ് ഉപയോഗിക്കപ്പെടുക എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് കോടതി അടക്കം, ശ്രീ മുരുകേശൻ, ഇപ്പൊ കോടതി അടക്കം ഇതിൽ ഒരു ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ പോലീസിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ലേ? ഇല്ല, ഇരുന്നിട്ട് ഇത്രയും ജനക്കൂട്ടത്തെ ഈ പോലീസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ? അതിപ്പോ വേണ്ട നമ്മൾ ആയിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് മാറുമല്ലേ? അവരെല്ലാം ദേശീയപ്പെട്ട് ഇതിനപ്പുറം നമുക്ക് ഇപ്പൊ 40 പേരാണ് മരിച്ചത്. അപ്പൊ 150 പേർ മരിച്ചാണ്. അത് ഭയങ്കര വിഷയമായിട്ട് മാറും. അത് വലിയ പ്രതിഷേധമുണ്ടാകും അല്ലേ? പിന്നെ അതുപോലെ ഇത് ഇങ്ങനെ ഒരു എന്ന് വെച്ചാൽ 8 മണിക്കൂർ ഈ പാവപ്പെട്ട പെണ്ണുങ്ങള് ഈ കൊച്ചു പിള്ളേരെ വെച്ചോണ്ട് ആഹാരം കഴിക്കാതെ ഇങ്ങനെ ആയിരിക്കും. അവർക്ക് വെള്ളം പോലും കൊടുത്തില്ല അവര്.
അവിടുത്തെ ഈ കറണ്ട് ഓഫ് ചെയ്തെന്ന് പറഞ്ഞത് കറണ്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കുതിച്ചതില് വയർ കട്ടായി ജനറേറ്റർ ഓഫ് ആയതാണ്. അതുകൊണ്ട് ഫോക്കസ് ലൈറ്റ് മാത്രമാണ് ഓഫ് ആയി പോയത്. ബാക്കി ലൈറ്റ് ഒന്നും ഇതല്ലാതെ പോയില്ല. പിന്നെ ഇങ്ങനെ വിജയ് അപ്പാട് സംസാരിക്കുന്നത് ഒരു 4-5 വാക്ക് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 1-2 പേര് മയങ്ങി വീഴുന്നത് കണ്ടപ്പോ ഇയാൾ എന്ത് ചെയ്ത് ടപ്പെട്ട ഇങ്ങനെ കയറി ഇവർ കാർ കയറി ഓടിക്കളഞ്ഞു. ഒരു സംഭവം ഇത്രയും സംഭവിച്ചിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും നമുക്ക് അവിടെ രാത്രി പോയി കിടന്നതിന് ശേഷം ഇതൊക്കെ അറിഞ്ഞിട്ട് അവർ നേരെ സെക്രട്ടേറിയറ്റ് പോകുന്നുണ്ട്. അവിടെ അഫീസിയലുമായിട്ടും മന്ത്രിമാരുമായിട്ടും ചർച്ച നടത്തുന്നുണ്ട്. അത് കളഞ്ഞിട്ട് നമുക്ക് ഇനി இருந்தா ശരിയാവില്ല, നമുക്ക് ഉടൻ തന്നെ പോകണം. ഇതിന് ഇടയ്ക്ക് തന്നെ അപ്പുറം ഇപ്പുറം ഉള്ള 4-5 കളക്ടർമാരും എല്ലാവരും അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ADGP അയച്ചിട്ടുണ്ട്, അവിടെ ഉള്ള ഡോക്ടേഴ്സ് എല്ലാവരും അയച്ചിട്ടുണ്ട്, അപ്പുറം ഇപ്പുറം ഉള്ള മന്ത്രിമാർ 2-3 ജില്ലയിലുള്ള മന്ത്രിമാർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇത് എല്ലാം അവർ ചെയ്തിട്ട് പോലും അവർക്ക് വീട്ടിൽ ഇരിക്കാൻ അവർക്ക് മനസ്സ് പറഞ്ഞില്ല. അവരുടെ ജനങ്ങളാണ്, അവരെ വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഈ തമിഴ്നാട് എന്ന് വെച്ചാൽ ഇന്ന് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ സാറിന്റെ ഒപ്പം നിൽക്കുന്ന വെച്ചാൽ അതാണ് കാരണം. അവർ അത്രയ്ക്ക് ആളുകളെ രക്ഷപ്പെടുത്തുന്നുണ്ട്, അവരെ വിശ്വസിക്കുന്നുണ്ട്. ഇന്നിപ്പോ അവർ പോയതിനു ശേഷമാണ് ഇതെല്ലാം ആയത്. അത് അത്രയ്ക്കും അവർ ഒരു കടപ്പാടുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അവർ രാത്രി മൊത്തം ഉറങ്ങാതെ പാതി രാത്രിയിൽ വന്ന് ഇറങ്ങി അവർ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ ഇതുവരെ അവിടെ നിപ്പുണ്ട്, ഇതുവരെ അവിടെ നിന്ന് മാറിയിട്ടില്ല. നമ്മുടെ ഉപമുഖ്യമന്ത്രി ഇവിടെ നിന്ന് ദുബായ് പോയി ഇറങ്ങി അതുവഴി തന്നെ നേരെ തിരിച്ചിവിടെ വന്ന് ശരിയാണ്. അവിടെ 1 മിനിറ്റ് പോലും നിന്നില്ല. അവർ ഉടൻ തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ അവർ ഇങ്ങനെ തിരിച്ചു വന്നു. അതുപോലെ എല്ലാ മന്ത്രിമാരും എല്ലാ കളക്ടർമാരും എല്ലാ ഡോക്ടേഴ്സ്മാർ അപ്പുറപ്പുറമുള്ള ഡിസ്ട്രിക്റ്റിലുള്ള കളക്ടർമാർ എല്ലാം അത്ര സിൻസിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരി, ഞാൻ വരാം ശ്രീ KR മുരുകേശൻ, അങ്ങയിലേക്ക് വരാം.